ഹലോ, ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ മലപ്പുറം കൂന്തൽ എന്ന് പറയും. അപ്പോൾ ഞാൻ കൂന്തലിനെ നല്ല വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു 5-6 പണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂന്തൽ ഞാൻ അതിലേക്ക് കൂട്ടി കൊടുക്കണം ചട്ടിലോട്ട്. എന്നിട്ട് അതിന് ആവശ്യമായിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വേറെ നമ്മൾ മല്ലിപ്പൊടി അങ്ങനെയുള്ള വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു 2 മസാല മാത്രമാണ് കേട്ടോ അതിലോട്ട് ചേർക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കൈക്കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ അത്യാവശ്യം വെള്ളമുള്ള സാധനം ആയതുകൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഇതിൽ തന്നെ നല്ലോണം നനവുണ്ടായിരിക്കും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ച് മൂടി വെച്ചിട്ട് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് തോന്നും മഞ്ഞൾപ്പൊടി ഒന്നും പിടിച്ചിട്ടില്ല, മുളക് പൊടി ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ കണ്ടോ വറ്റി വന്നപ്പോൾ കൂന്തലിൻ്റെ ഇതിലോട്ട് നല്ലോണം പിടിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി ചെറിയുള്ളി ചതച്ചതും, ഒരു 5-6 പച്ചമുളകും. പിന്നെ പച്ചമുളക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ചെറിയ വല്യുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചെറിയുള്ളി മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ വല്യുള്ളി മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലോണം ഇട്ടിട്ടൊന്ന് ഇതിലേക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കൂന്തലിൽ ഓൾറെഡി ഉപ്പിട്ടത് കാരണം നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒന്ന് വഴഞ്ഞിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ വേറെ നമ്മളിതിൽ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേറെ ഒരു റോസ്റ്റ് വേറെ പിന്നെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ള റോസ്റ്റാണ്. ഇത് നമുക്ക് പൊരിച്ചതുപോലെ ആക്കിയെടുക്കാം, ഒരു സെമി ഗ്രേവി ആയിട്ട് എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നല്ല ഡ്രൈ ആക്കണമെങ്കിൽ നല്ല ഡ്രൈ ആക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം. ഇനി നമ്മൾ വേവിച്ച് വെച്ച കൂന്തലിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കുറച്ചൊരു സ്പൈസിയാണ് കണ്ടോ. മുളക് പൊടി പച്ചമുളകും ഒക്കെ നമുക്ക് കുറച്ച് എരിവുള്ളത് ഇഷ്ടമുള്ളത് കാരണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വീണ്ടും വേവിക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെള്ളം ഇറങ്ങി പിന്നെ ഒന്ന് മൂടി തുറന്ന് വെച്ച് വീണ്ടും ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ഇതിപ്പം ഞാനിതങ്ങനെ ഈ ഒരു ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തീയൊക്കെ ഓഫാക്കിയിട്ട്. ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ മതി. ഇനി ഇത് ഒന്ന് ഡ്രൈ ആവണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മളെ കൂന്തൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.